താരസംഘടനയായ അമ്മയിൽ മത്സരചിത്രം വ്യക്തമായി. ദേവനും ശ്വേതാ മേനോനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥികൾ. അതേസമയം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ജഗദീഷും ശ്വേതാ മേനോനും ജോയ് മാത്യുവും ഉൾപ്പെടെ 7 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. ഇതിൽ ജോയ് മാത്യുവിന്റെ നാമനിർദ്ദേശ പത്രിക ആദ്യമേ തള്ളിയിരുന്നു. ഒരു വനിത പ്രസിഡന്റ് ആകട്ടെ എന്ന നിലപാടിലേക്ക് എത്തിയ ജഗദീഷ് പിന്നീട് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. ഇതിനു പിന്നാലെ അനൂപ് ചന്ദ്രനും രവീന്ദ്രനും ജയൻ ചേർത്തലയും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. ഇതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാ മേനോനും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങി. ഇതിനിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് ബാബുരാജ് പിന്മാറി. ആരോപണ വിധേയർ മത്സരിക്കരുതെന്ന് താരസംഘടനയിൽ ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ ആരെയും ഭയന്നിട്ടല്ല പിന്മാറുന്നതെന്നും വിഴുപ്പലക്കലിന് താല്പര്യമില്ലെന്നും ബാബുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നേക്കുമായി പിന്മാറുന്നുവെന്നും ബാബുരാജ് വ്യക്തമാക്കി. ബാബുരാജ് പിന്മാറിയതോടെ കുക്കു പരമേശ്വരനും രവീന്ദ്രനുമായിരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുക. നവ്യ നായർ ഉൾപ്പെടെ പത്രിക പിൻവലിച്ചതോടെ ജയൻ ചേർത്തല, നാസർ ലത്തീഫ്, ലക്ഷ്മിപ്രിയ എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തുണ്ടാവുക. അതേസമയം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഉണ്ണി ശിവപാൽ, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 13 പേരാണ് മത്സരരംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം വ്യാഴാഴ്ച അവസാനിച്ചതോടെയാണ് മത്സരചിത്രം വ്യക്തമായത്. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ്. ഇതിനിടെ നടൻ അനൂപ് ചന്ദ്രനെതിരെ യുവനടി അൻസിബ ഹസൻ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി. സ്ത്രീത്വത്തെ അപമാനിക്കുകയും വ്യക്തിഹത്യ ചെയ്തെന്നുമാണ് പരാതി. അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനൂപ് ചന്ദ്രൻ നടത്തിയ പരാമർശമാണ് പരാതിക്ക് ആധാരം. എന്നാൽ അൻസിബയെ അപമാനിക്കുന്ന തരത്തിൽ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് അനൂപ് ചന്ദ്രൻ്റെ വിശദീകരണം. കൈരളി ന്യൂസ്, കൊച്ചി.